അച്ഛാ, ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ്. അപ്പൊ വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാലോ? വോട്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് തിരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഇത് പത്രത്തിൽ കണ്ടു. ആഹാ, പത്രം വായന തുടങ്ങിയോ? വെറുതെ അല്ല, അത്യാവശ്യം വിവരം വെച്ച് തുടങ്ങിയത്. വിവരം ആദ്യമേ ഉണ്ടച്ചാ, ഇപ്പൊ ഒന്നുകൂടെ ഷാർപ്പായി എന്ന് മാത്രം. ആട്ടെ, അവര് കുറെ പേരുണ്ടാവോ? ആര്? തെരഞ്ഞെടുക്കാൻ വരുന്നവര്. മനസ്സിലായില്ല. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുക്കാൻ വരുന്നവരെ കുറെ ആളുണ്ടാവോന്ന്. ആഹാ, ഇതാണോടാ ഷാർപ്പ് ബുദ്ധി? എടാ കഴുതേ, പ്രായപൂർത്തിയായവര് വോട്ട് ചെയ്ത് പഞ്ചായത്തിലെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അത് ശരി. അച്ഛാ, നമ്മുടെ കള്ളം വാസൂട്ടിയും അവന്റെ അനുജൻ തട്ടിപ്പ് വേലായുധനും ഇത്തവണ മത്സരിക്കുന്നു എന്ന് കേട്ടു. അതാണ് മോനെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ ചേർക്കണമെങ്കിൽ ആദ്യം കുറെ മോഷണവും കുറെ തട്ടിപ്പും നടത്തി കഴിവ് തെളിയിക്കണോ അച്ഛാ? ഏയ്, അതിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ചേർന്നു കഴിയുമ്പോ അതൊക്കെ താനേ പഠിക്കായിരിക്കും അല്ലേ? എന്നാലും കള്ളം വാസൂട്ടിയും തട്ടിപ്പ് വേലായുധനും മത്സരിക്കാന്ന് പറഞ്ഞാ ഛേ, എന്റെ ഈശ്വരാ, ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കള്ളൻ ചേട്ടനും തട്ടിപ്പ് ചേട്ടനും എന്തിനാ വന്നേ? വോട്ട് ഈ കള്ളൻ വാസുവിന് തരാൻ പറയാൻ വന്നതാ. അച്ഛാ, അമ്മേ, ദേ കള്ളം വാസൂട്ടിക്ക് വോട്ട് കൊടുക്കാൻ എടുത്തു കൊടുത്തേര്, അല്ലെങ്കിൽ കട്ടോണ്ടോ. അതെ, അവരുടെ വോട്ട് എനിക്ക് തരാൻ പറയണം പ്ലീസ്. അച്ഛാ, അമ്മേ, ദേ അതീന്ന് തട്ടിപ്പ് വേലായുധനും വേണമെന്ന് നേർ പകുതിയാക്കി കൊണ്ടുവന്നാ മതി. ഞാൻ ജയിച്ചാൽ ഈ നാടിന് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഞാൻ ജയിച്ചാൽ അതിലേറെ ഉപകാരം ഉണ്ടാവും. ശരിയാ, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് വീട് കയറിയുള്ള മോഷണവും തട്ടിപ്പും വളരെ കുറയും. നിങ്ങൾ രണ്ടുപേരും തമ്മിലാണോ മത്സരം? അതെ, ഞങ്ങൾ തമ്മിലാ മത്സരം. ചേട്ടനെ ഞാൻ മലർത്തിയടിക്കും. ആ പൂതി മനസ്സിലിരിക്കട്ടെ അനിയ, നിന്നെ ഞാൻ മലർത്തിയടിക്കും. ഹോ, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. മോൻ പേടിക്കണ്ട, മലർത്തി അടിക്കൂന്ന് പറഞ്ഞത് ഒരലങ്കാരത്തിനാ. തോൽപ്പിക്കുമെന്നാ ഉദ്ദേശിച്ചത്, സങ്കടപ്പെടണ്ട. അതല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മത്സരിച്ച ഒരാള് മാത്രല്ലേ തോൽക്കൂ, അതാ സങ്കടം. ഈശ്വരാ, ഈ ജന്തുക്കളെ രണ്ടുപേരെയും തോൽപ്പിക്കണേ.